കണ്ണൂർക്കാർക്ക് നമ്മുടെ കോക്ടെയിൽ ഫ്രൂട്ട്സ് കോക്ടെയിലിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കുറച്ച് കൂടുതലാണല്ലോ. അപ്പം നല്ല ക്രീമി ആൻഡ് ക്രഞ്ചി കോക്ടെയിൽ ഉണ്ടാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. പപ്പായയും ക്യാരറ്റും ജ്യൂസ് അടിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ അതിലേക്ക് ചേർക്കുമ്പോഴാണ് ഇത് ഭയങ്കര ക്രീമി ആൻഡ് ടേസ്റ്റി ആകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ നല്ല പഴുത്ത പാകമായ പപ്പായ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ ക്യാരറ്റിന്റെ പപ്പായന്റെ റേഷ്യോ എന്ന് വെച്ചാൽ 1:1 ഒക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഈക്വൽ ക്വാണ്ടിറ്റി എടുക്കുന്നതാണ് നല്ലത്. എന്നാൽ നമ്മൾ വീട്ടിൽ കോക്ടെയിൽ ഉണ്ടാക്കുന്ന സമയം നമ്മളെ കയ്യിൽ മിക്കവാറും പപ്പായ കൂടുതലും ക്യാരറ്റ് കുറവായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലും ഞാൻ ഇതിൽ ചേർക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ നിങ്ങൾ ചേർക്കുവാണെങ്കിൽ ആ പപ്പായ ക്യാരറ്റിന്റെ റേഷ്യോ മാറ്റം വന്നത് എഫക്റ്റ് ചെയ്യാതെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കോക്ടെയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുക്ക് ചെയ്ത ക്യാരറ്റാണ് കോക്ടെയിൽ ചേർക്കുന്നത്. ഒന്നുകിൽ ക്യാരറ്റ് അങ്ങനെ തന്നെ എടുത്ത് നമുക്ക് സ്റ്റീം ചെയ്തിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് വേവിച്ചിട്ട് യൂസ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ബനാന വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കോക്ടെയിൽ ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെ ഉണ്ടാക്കുന്നതിനും അതുപോലെ സ്മൂത്തീസിൻ്റെയും ജ്യൂസസിൻ്റെയും ഒക്കെ വീഡിയോ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ കോക്ടെയിലിന് ആവശ്യമുള്ള ക്യാരറ്റ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് വേവിച്ചെടുക്കണം. വെള്ളം മാത്രം യൂസ് ചെയ്തിട്ടല്ല ഞാനിത് വേവിച്ചെടുക്കുന്നത്. അതിലേക്ക് പാലും കൂടെ ചേർത്തിട്ടാണ് ക്യാരറ്റ് വേവിച്ചെടുക്കുന്നത്. നമ്മുടെ ഡ്രിങ്ക് ടേസ്റ്റി ആക്കാനുള്ള ഒരു ടിപ്പ് ഇതാണ്: ക്യാരറ്റ് വേവിക്കുമ്പോൾ പാലും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കണം. അതായത് പാല് മാത്രമല്ല, ഈക്വൽ അളവിൽ പാലും വെള്ളവും ചേർത്തിട്ട് വേണം ക്യാരറ്റ് വേവിച്ചെടുക്കാൻ. പാല് ചേർത്തതുകൊണ്ട് തിളച്ചു മറിയാതെ ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. പിന്നെ എനിക്ക് റെഡിയാക്കേണ്ടത് കാഷ്യൂനട്ടും ബദാമുമാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്തിടാം, അല്ലെങ്കിൽ ചൂടുള്ള വെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്ത് വെക്കാം. അതും അല്ലെങ്കിൽ ഇതുപോലെ ഒരു 5-10 മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കോക്ടെയിലിന് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ബദാമും കാഷ്യൂനട്ടും ഭയങ്കര ഹാർഡായതുകൊണ്ട് അതുപോലെ തന്നെ ചേർത്ത് കൊടുത്താൽ അത് അരഞ്ഞു കിട്ടില്ല. അതുകൊണ്ടാണ് സോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഈ നട്ട്സ് ഇതുപോലെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കോക്ടെയിൽ നല്ല ക്രീമി ആകും, അതുപോലെ നല്ല ടേസ്റ്റി ആകും. തണുത്ത പാല് ചേർത്ത് കൊടുക്കുന്നതിനേക്കാട്ടിലും കട്ടപ്പാല് ചേർത്ത് കൊടുക്കുന്നതാണ് കോക്ടെയിലിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടാൻ നല്ലത്. കോക്ടെയിലിന്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഭയങ്കര ലൂസായി പോയാൽ അത് നമ്മുടെ ബൈറ്റിനിടുന്ന നട്ട്സും കാര്യങ്ങളൊക്കെ താഴോട്ടേക്ക് പോയിട്ട് നിൽക്കും. അതുപോലെ ഓവറായിട്ട് തിക്കായി പോയാൽ അത് പുഡിങ് പോലെ കട്ട് ചെയ്യാൻ പാകത്തിനായി പോകും. കട്ടപ്പാലും പഞ്ചസാരയും ചേർത്തു. പിന്നെ അതിലേക്ക് ഞാൻ വാനില ഐസ്ക്രീമാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വരാം. അപ്പോഴേക്കും നമുക്ക് ബൈറ്റിനുള്ള കാര്യങ്ങൾ സെറ്റ് ആക്കണം. ഐസ്ക്രീമിന് പകരം വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ജ്യൂസ് കഴിക്കുമ്പോൾ കടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കണമല്ലോ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ അനാറ് റെഡിയാക്കുന്നുണ്ട്. പിന്നെ കറുത്ത റൈസിൻസ്, കറുത്ത ഉണക്ക് മുന്തിരിയാണ് എടുക്കുന്നത്. അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും ബദാമും കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അങ്ങനെ തന്നെയും ചേർക്കാം, അത് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കോക്ടെയിൽ ക്രീമി മാത്രമാക്കിയാൽ പോരല്ലോ, ക്രഞ്ചിയും ആക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് കോൺഫ്ലെക്സ് ചേർക്കണം. നമ്മൾ വീട്ടിൽ കോക്ടെയിൽ ഉണ്ടാക്കുമ്പം കഴിക്കാൻ നേരത്തെ അത് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് അതിൽ പപ്പായൊക്കെ ചേർത്തടിക്കുന്നതിനാൽ കുറേ നേരം വെക്കുമ്പം കയ്പ്പ് രുചി വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ സെർവ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഈ ബൈറ്റ്സ് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. കോൺഫ്ലെക്സ് ഒക്കെ പ്രത്യേകിച്ചും ലാസ്റ്റ് സെർവ് ചെയ്യാൻ കുടിക്കാൻ കൊടുക്കുമ്പോൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ തയ്യാറാക്കിയ ജ്യൂസിലേക്ക് ഈ നട്ട്സും കാര്യങ്ങളൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്താൽ നമ്മുടെ കോക്ടെയിൽ റെഡിയായി. നമുക്കിതിനെ ഒന്നും കൂടി സ്പെഷ്യൽ ആക്കാൻ പറ്റും. ഈ കോക്ടെയിൽ സെർവ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഐസ്ക്രീം വെച്ച് ഫലൂദ പോലെയും സെർവ് ചെയ്യാം. അത് കുറച്ചുകൂടി റിച്ച് ആക്കാൻ നമ്മൾ ചേർക്കുന്നതിൽ കൂടുതൽ ഡ്രൈ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആ ജ്യൂസിലേക്ക് ചേർത്തിട്ടും നമ്മളെ കോക്ടെയിലിന് റിച്ച് ആക്കാം. ഇതുപോലെയല്ല നിങ്ങൾ കോക്ടെയിൽ ഉണ്ടാക്കാറിയെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുമ്പം ഒന്നുകൂടി കണ്ടു നോക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം.